ഇതാരിത്? ആ മാമ ഞങ്ങളായിരുന്നേ. ഇവിടെ കുടിക്കാനും കഴിക്കാനും ഒന്നും എടുത്തു തരാൻ ആരും ഇല്ല കേട്ടോ. ഇപ്പോഴൊരു മാറ്റമില്ല, അല്പം തന്നെ. എന്താണ് ഒരു രഹസ്യം പറിച്ചിട്ട്? മാമന് വയ്യാന്ന് പറയണായിരുന്നു. അതൊക്കെ പോട്ടെ, പിന്നെ എന്ത് പറ്റി നീയൊക്കെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ? കുറെ ആയാലും ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട് എന്തേലും കാര്യം ഉണ്ടാടാ? അത് മാമ അടുത്ത മാസം 12-ാം തീയതി എൻ്റെ കല്യാണമാണ്. അപ്പം അത് വിളിക്കാൻ വേണ്ടി ഞാൻ വന്നേണ്. നിനക്ക് പെണ്ണ് കിട്ടിയാ? ഞാൻ നിനക്ക് വേണ്ടി പെണ്ണ് നോക്കി എന്തോരം അലഞ്ഞാന്നറിയാവോ? അതിന് മാമൻ കല്യാണം നടത്താനാണോ പോയത്? കല്യാണം മുടക്കാനല്ലേ പോയത്? എടാ പൊന്നുമോനെ, അത് ഞാനൊന്നും അല്ലേ. ഈ നാട്ടുകാരുടെ തെണ്ടികൾ അങ്ങനെ വലതും പറഞ്ഞ് ഇറക്കും. ഓരോരുത്തരും വിശ്വസിക്കാൻ പറ്റത്തില്ല. മാറി കിടക്കും. അതൊന്നും പറയാനല്ല ഞാൻ വന്ന. മാമോയി, മാമൻ്റെ മോളുടെ കല്യാണത്തിന് ഒരു 50,000 രൂപ ഞാൻ അങ്ങോട്ട് തന്നായിരുന്നു. അപ്പം എൻ്റെ കല്യാണത്തിന് വരുമ്പോൾ മാമനത് തരുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതും കൂടെ പറയാനായിട്ടാണ് ഞാൻ വന്നത്. 50,000 കൂടുകയോ? മാമൻ അതൊന്നും താങ്ങൂല മക്കളെ. മാമോയി, മാമനെ പോലെ ഒരു അല്പണി പഞ്ചായത്തിൽ വേറെ അല്ലാന്ന് എനിക്കറിയാം, മനസ്സിലായില്ലേ? അപ്പൊ ആ പൈസ അങ്ങ് കൊടുത്തേക്ക്, അല്ലേ ഒരു മര്യാദ. ഏത് കയറി മോനെ, നീയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ കയറിയാണ് അവിടെ. ആ പറഞ്ഞു കേട്ടില്ലേ മകളെ? തന്നെ കുറെ നാളെ നോക്കി വെച്ചിട്ട് താൻ പൈസ കൊടുക്കൂലോ? മക്കളെ വിട്, 50,000 ഞാൻ തരാം മക്കളെ. 50,000. ഓക്കെ അല്ലേ? അപ്പൊ കല്യാണത്തിന് കാണാം. പിന്നെ അപ്പൊ പൈസ അങ്ങ് എത്തിച്ചേക്ക്. ഏത് അപ്പൊ ഓക്കെ. അപ്പം മാമ പോയിട്ട് വരാം. സുധാകരൻ മാമൻ്റെ കയ്യിലും കൂടെ ഒന്ന് പോകണം. ആയിക്കോട്ടെ. സുധാകരനെ കൂടെ വിളിക്കാം. അവന്മാരങ്ങോട്ട് പോയെന്നല്ലോ. എടാ സുധാകര, നശിച്ച പിള്ളേരെ അങ്ങോട്ടെങ്ങനെ വന്നാടാ? അപ്പം നീ പോകുന്നില്ലല്ലോ. ഞാൻ നാളെ അങ്ങ് ട്രിപ്പ് പോവാ പിള്ളേരുടെ കൂടെ. ശരി ശരി.